പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന 4ാം ക്ലാസ് പരീക്ഷ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഓരോ ആക്ടിവിറ്റിയിലേക്കായിട്ട് പോവാം. നോക്കൂ മക്കളെ, ഫസ്റ്റ് ആക്ടിവിറ്റി മാച്ച് ദ ഫോളോയിങ് ആണ്. വളരെ സിമ്പിളാണ് അല്ലേ? നമുക്ക് താഴെ തന്നിരിക്കുന്നത് മാച്ച് ചെയ്യാനാണ്. റെക്റ്റാങ്കുലർ ബ്ലോക്ക്, സ്ഫിയർ, കോണ്, സ്ക്വയർ ബ്ലോക്ക് ഇത്രയും തന്നിട്ടുണ്ട്. ഇതിൽ ഓരോന്നും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഏതാണെന്നുള്ളത് ആദ്യം മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സ്ഫിയർ, കോണ്, സ്ക്വയർ ബ്ലോക്ക്. അപ്പോൾ ഇതിങ്ങനെ മാച്ച് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, given below are some peculiarities of rectangles and square, complete the list. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇവിടെ റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. റെക്റ്റാങ്കിൾ ഇറ്റ് ഹാസ് 4 സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇറ്റ് ഹാസ് 4 കോർണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്ക്വയറിൻ്റെ ഇറ്റ് ഹാസ് 4 സൈഡ്സ്, ഇറ്റ് ഹാസ് 4 കോർണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ എന്തൊക്കെ എഴുതാം? റെക്റ്റാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓൾ 4 സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? ഓൾ റെക്റ്റാങ്കിളിൻ്റെ എങ്ങനെയാണ്? റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. പിന്നെ സ്ക്വയറിൻ്റെ ഓൾ 4 സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? എനിക്കറിയാവുന്ന വേറൊരു ഏതെങ്കിലും ഒരു പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി താഴെ സി ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു. Which of the following picture can be used to make a square? Put tick mark against the correct one. Which of the following pictures can be used to make a square? Square ഉണ്ടാക്കാൻ നമുക്ക് ഇതിൽ ഏതാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഉപയോഗിച്ചിട്ടാണ് സ്ക്വയർ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് പ്രവർത്തനം 2, നമുക്ക് കംപ്ലീറ്റ് ടേബിൾ പട്ടിക പൂർത്തിയാക്കാനാണ് തന്നിരിക്കുന്നത്. ഇവിടെ ലെറ്റേഴ്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്, നമ്പേഴ്സും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. 4485 ആണ്. അടുത്തത് 8705 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 8705 എന്ന് എഴുതണം. 8705 അങ്ങനെ വേണം നിങ്ങൾ എഴുതാനായിട്ട്. നെക്സ്റ്റ് ഇതെങ്ങനെ എഴുതാൻ പറ്റും? 9,999 എന്ന് എഴുതണം. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 4-digit നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദാറ്റ് കാർഡ്സ്. ഈ കാർഡ് ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ ഡിജിറ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. ഇതിൽ ഏറ്റവും വലിയ ഡിജിറ്റ് ആദ്യം എഴുതുക, അതിനുശേഷം വരുന്ന നമ്പർ അടുത്ത് എഴുതുക, അതിനുശേഷം നമ്പർ എഴുതുക. ഇതാണ് ഇത് ഉപയോഗിച്ച് വരാവുന്ന ഏറ്റവും ലാർജസ്റ്റ് 4-digit നമ്പർ. വിച്ച് ആർ ദ സ്മോളസ്റ്റ് 4-digit നമ്പർ ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ എബോവ് കാർഡ്. ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഏറ്റവും സ്മോൾ ഏതാണ്? 2049 അല്ലേ? നെക്സ്റ്റ്, മാർക്ക് ടിക്ക് എഗെയിൻസ്റ്റ് 9080. ഇതാണ് മക്കളെ 9080 എന്ന് പറയുന്നത്. ഇതാണ് ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് എഴുതേണ്ടത്, 9080. നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി 3, നമ്പർ ബട്ടർഫ്ലൈ, കംപ്ലീറ്റ് ദ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ്. 17,450, 17,550, 17,650. അടുത്തത് എന്താണ്? 17,000. ഇത് 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു. അടുത്തത് 7. അടുത്തത് 17,850. നെക്സ്റ്റ് 4,200, 4,700, 5,200. അടുത്തത് ഏതായിരിക്കും വരുന്നുണ്ടാവുക? 5,700. അടുത്തത് 6,200, പിന്നെ 6,700 എന്നുള്ള രീതിയിലായിരിക്കും ഇങ്ങനെ പോകുന്നുണ്ടാവുക. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ നമ്പർ ബട്ടർഫ്ലൈ. ഇതിൽ മിസ്സിങ്
കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. 9875 വൺസ് അല്ലേ. അടുത്തത് 9875 വൺസ്. അടുത്തത് 9807 ടെൻസ് 5 വൺസ്. പിന്നെയോ 987 ടെൻസ് 5 വൺസ്. ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് മാർക്ക് ടിക്ക് against the correct statement related to the largest 4-digit number and the smallest 4-digit number. നമുക്ക് നോക്കാം ഏതാണ്. ബി ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1 more than the largest 4-digit number. ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ആക്ടിവിറ്റി 4A ഫീൽഡ് ട്രിപ്പാണ് നൽകിയിരിക്കുന്നത്. ഗിവൺ ബിലോ ഇസ് ദ എമൗണ്ട് സ്പെൻഡ് വെൻ ദ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 4 വെൻ ഫോർ എ ഫീൽഡ് ട്രിപ്പ്. ഒരു ഫീൽഡ് ട്രിപ്പിന് വേണ്ടി 4ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് സ്പെൻഡ് ചെയ്ത ക്യാഷിൻ്റെ കാര്യമാണ് പറയുന്നത്. ട്രാവൽ ഫീ ₹5,000, ഫുഡ് 2,000, എൻട്രി ഫീസ് 1,500. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് സ്പെൻഡ് ഫോർ ദ ട്രിപ്പ്? ഇപ്പോൾ എന്ത് ചെയ്യണം? 5,000 പ്ലസ് 2,000 പ്ലസ് 1,500. അപ്പം നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടും മക്കളെ? 8,500. 8,500 ആണ്. നെക്സ്റ്റ് ഡ്രോ ദ എമൗണ്ട് സ്പെൻഡ് ഓൺ ദ അബാക്കസ്. അബാക്കസിൻ്റെ ഇതിൽ അപ്പോൾ ഇതിൽ എത്ര എണ്ണം വരണം? 8,000 എന്ന് പറയുമ്പോൾ ഇതിൽ 8 എണ്ണം. അപ്പോൾ 1 2 3 4 5 6 7 8 എണ്ണം. അടുത്തത് 500 അല്ലേ. 2 3 4 5 ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. ദ എൻട്രി ഫീസ് വാസ് പെയ്ഡ് ആസ് 500 and 100 rupees notes. Write the numbers of note used. നമുക്ക് പറഞ്ഞേക്കുന്നത് എൻട്രി ഫീസ് 1,500 രൂപയാണ്. അപ്പോൾ 500 രൂപയുടെ നോട്ടാണ്. ഇത് 500 രൂപയുടെയും ഇത് 100 രൂപയുടെയും നോട്ടാണ്. അപ്പോൾ 500 രൂപയുടെ എത്ര നോട്ട് വേണം? 500 രൂപയുടെ 2 നോട്ട് എടുത്താൽ 1000 ആയി. അപ്പോൾ 100ൻ്റെ എത്ര? 1,500 ആവണമെങ്കിൽ 1000 ആവണമെങ്കിൽ 500ൻ്റെ 2 നോട്ട് എടുത്താൽ 1000 ആയി. പിന്നെയോ 100ൻ്റെ 5 നോട്ട് എടുത്താൽ 1,500. അതും കൂടെ എടുത്താൽ എത്ര? 500 ആയി അല്ലേ. അപ്പം 100ൻ്റെ 5 നോട്ട് എടുത്താൽ 500. 100 × 5 അല്ലേ 500. ഇനി 500 × 2 ചെയ്താൽ എത്രയാണ്? 1000. അപ്പോൾ മൊത്തം 1,500 രൂപയായി. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. മാർക്ക് ടിക്ക് അഗൈൻസ്റ്റ് ദ കറക്റ്റ് വൺ ഗിവൺ ബിലോ. നോക്കൂ, ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Five 500 rupees is 2 500 rupees. 5 500 കൂടിയാൽ 2,500 ആവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 500 ആണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? 5 500. അപ്പം 5 × 5 25. അപ്പോൾ 2 0. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. 5 500 rupees is 2,500 അല്ലേ. ഇനിയോ 3 500 rupeesഉം 500 rupees is 500 rupeesഉം 500 rupeesഉം ആയാൽ 2,500 ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയായിട്ട്? 5 × 50 1,500ഉം പിന്നെയോ 500. അപ്പോൾ എത്രയായി? നമുക്കെത്ര കിട്ടും? 2,000 കിട്ടുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി 4 500 rupeesഉം 4 500. അപ്പം 4 × 500. അപ്പം നമുക്ക് എത്രയായി? 2,000 അല്ലേ. 2,000. പിന്നെ 5 100 rupeesഉം 4 500 rupeesഉം 5 100 rupeesഉം
അപ്പോൾ 500. അപ്പോൾ 2500 രൂപയാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എയും സിയുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ എയും സിയും കറക്റ്റ് എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എയും സിയുമാണ് ശരി. രണ്ടാമത്തെ ടിക്കറിന്. ഇനി ഫോർത്ത് ബി മാത്സ് ഫെയർ ആണ്. ഗിവൺ ബിലോ ആർ ദ എമൗണ്ട് സ്പെൻഡ് ഫോർ സ്കൂൾ മാത്സ് ഫെയർ. സ്കൂൾ മാത്സ് ഫെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്ത എമൗണ്ട് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫോം ബോർഡർ റുപ്പീസ് 4500, സ്റ്റിക്കർ പേപ്പറിന് 2000, അതർ മെറ്റീരിയൽസിന് 3000. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഫോർ മാത്സ് ഫെയർ? അപ്പോൾ എത്രയായിരിക്കും? 4500 പ്ലസ് 2000 പ്ലസ് 3000. അപ്പോൾ എത്ര കിട്ടും? 9500 അല്ലേ? 9500 എന്നാണ് നമുക്ക് സ്പെൻഡ് ചെയ്ത എമൗണ്ട് കിട്ടുക. 3 കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 9500 എന്ന് കിട്ടും. ഇനി ഇത് അബാക്കസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 1000 എത്ര വേണം? 9 എണ്ണം വേണം. അപ്പോൾ 3, 4, 5, 6, 7, 8, 9 എണ്ണം വേണം. ഹൺഡ്രഡ്സിൽ 5 എണ്ണം. 3, 4, 5. ഇനി മാർക്ക് ടിക്ക് ഓൺ ദ കറക്റ്റ് വൺ ഗിവൺ ബിലോ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, മേലെ ചെയ്ത പോലെ തന്നെ അതിന് കറക്റ്റായിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ഓപ്ഷൻ 2 ആണ്. എയും സിയും കറക്റ്റാണ്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. ദ വെഹിക്കിൾ ഫെയർ ഫോർ ബ്രിങ്ങിങ് ദ മെറ്റീരിയൽ വാസ് റുപ്പീസ് 1100, 200 ആൻഡ് 100 rupee notes were given for this. Write the numbers of notes. അതായത് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെഹിക്കിൾസിന് 1100 കൊടുത്തു. 1200 രൂപ കൊടുത്തു. 200ഉം 100ഉം നോട്ട്സാണ് കൊടുത്തിട്ടുള്ളത്. 200ഉം 100ഉം നോട്ട്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ 100ഉം എത്ര വീതമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 200ൻ്റെ നോട്ട് എത്ര, 100ൻ്റെ നോട്ട് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യാം? 200ൻ്റെ 5 നോട്ട് ഉണ്ട് അല്ലേ? 5 നോട്ട് ഉണ്ടെങ്കിൽ 200 × 5 ചെയ്ത് നമുക്ക് 1000 കിട്ടും. അതുപോലെ പിന്നെ 1000 ഇനി 100 രൂപയും കൂടെ മതി. അപ്പോൾ ഒരു നോട്ട് 100ൻ്റെയും കൊടുത്തു. 5 200ഉം 100ഉം കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1700 കിട്ടും. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 അഡ്മിഷൻ നമ്പർ. ദ അഡ്മിഷൻ നമ്പർ ഗിവൺ ടു ദ ലാസ്റ്റ് സ്റ്റുഡൻറ്റ് ഹു ജോയിൻ ദ സ്കൂൾ ലാസ്റ്റ് ഇയർ വാസ് 1590. Write the numbers that come before and after 1590. 1590ക്ക് ബിഫോറും ആഫ്റ്ററും ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 1589ഉം 1591. നെക്സ്റ്റ്, if the admission number is given to 25 students who joined this year, what will be the last admission number? അങ്ങനെ ലാസ്റ്റ് അഡ്മിഷൻ നമ്പർ എത്രയായിരിക്കും? 25 ന്യൂ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ 1615 ആയിരിക്കും. നമുക്ക് ഈ നമ്പറിനോട് കൂടി എത്ര കൂട്ടിയാൽ മതി? 25 കൂട്ടിയാൽ മതി. അപ്പോൾ 1615 എന്ന് ഉത്തരം കിട്ടും. നെക്സ്റ്റ്, what will be the admission number of the 10th child who got admission this year? Mark tick against the correct one given below. താഴെ തന്നിരിക്കുന്നതിൽ അഡ്മിഷൻ നമ്പർ ഓഫ് ദ 10th ചൈൽഡ്, 10ാമത്തെ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ, ഹു ഗോട്ട് അഡ്മിഷൻ ദിസ് ഇയർ, ഈ വർഷം എടുത്ത അഡ്മിഷനിലെ 10ാമത്തെ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ആണ്. 1600 ആയിരിക്കും. കംപ്ലീറ്റ് ദ പാറ്റേൺ. 1700, 1750, 250, 1400, 1600. അടുത്ത എത്രയായിരിക്കും? 1850 ആയിരിക്കും. 1850 ആയിരിക്കും. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ സേവിങ്സ് സ്കീമാണ്. സേവിങ്സ് സ്കീമിൽ പാസ്ബുക്ക് ഇഷ്യൂഡ് ടു ചിൽഡ്രൻ ഹു ജോയിൻ സ്കൂൾ സേവിങ്സ് സ്കീം വെയർ ഗിവൺ കോൺട്രിബ്യൂട്ട് അക്കൗണ്ട് നമ്പേഴ്സ്. Manu's account number is 1350 and Sajid's account number is 1369. Write the numbers which come before and after 1369. അതിന് തൊട്ട് മുമ്പ് വന്നതും ശേഷമുള്ള നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1368ഉം അടുത്തത് 1370 ആയിരിക്കും. ഹൗ മെനി ചിൽഡ്രൻ ജോയിൻ ദ സ്കൂൾ സേവിങ്സ് സ്കീം ഫ്രം മനു ടു സജി? എത്രയായിരിക്കും? 20.
എത്ര സ്റ്റുഡൻസ് ആണ്? 20 സ്റ്റുഡൻസ് ആയിരിക്കും. നെക്സ്റ്റ്, ദ അക്കൗണ്ട് നമ്പർ ഓഫ് ദ 10th ചൈൽഡ് സ്റ്റാർട്ടിംഗ് ഫ്രം 1350 is given below. Mark against the correct. ഏതാണ്? 1359 ആയിരിക്കും. 59 മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും ശരി. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ പാറ്റേൺ ആണ്. 4270, 4470. അടുത്തത് എത്രയായിരിക്കും? 4000. 2, 4, 6 അല്ലേ? അപ്പം 4670 എന്നായിരിക്കും വന്നെ. 4670. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.